Hi guys, again welcome back to my channel Kicks Daily Vlogs. Guys, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാമ്പാർ റൂട്ട് വാങ്ങിയിട്ട് എല്ലാം അരിഞ്ഞ് അതിലേക്ക് ഒരു സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലകളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പരിപ്പും കുറച്ച് പുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക് വറുക്കാനായിട്ട് ചെറുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ കടുകും ഉലുവ ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ട സാധനങ്ങൾ. ആദ്യം തന്നെയായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസും അതുപോലെ തന്നെ പരിപ്പും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനു വേണ്ടി മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓറഞ്ച് പരിപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണെങ്കിൽ ഒറ്റ വിസിലും കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. നിങ്ങൾ മഞ്ഞപ്പരിപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അത് സെപ്പറേറ്റ് വേവിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ പരിപ്പും കൂടി നമ്മൾ കഴുകി വാരിയിട്ടിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1.5 സ്പൂൺ സാമ്പാർ പൊടിയും അതുപോലെ തന്നെ 1/4 സ്പൂൺ കായം അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം മുങ്ങി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കുറുകിയ കറി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറുകിയ രീതിയിലുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് പ്രഷർ എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വെക്കണം കേട്ടോ. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾക്കിടാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് കടുക് താളിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറുപുള്ളിയും കറിവേപ്പിലയും ആഡ് ചെയ്യാം. അതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും പിന്നെ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പറ്റി കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ ഈ ഒരു താളിപ്പിൻ്റെ കൂടെ ഇട്ട് ചൂടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി തിക്നെസ്സൊക്കെ വരും. വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടായി നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മൾ മസാലകൾ ആഡ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മസാല ചൂടാക്കുന്നത്. ആ ഒരു എണ്ണയ്ക്കിടന്ന് തന്നെ നമ്മൾ മസാലകളെല്ലാം മൂത്ത് കിട്ടും കേട്ടോ. ഈ ഒരു മസാലയിൽ 1.5 സ്പൂൺ സാമ്പാർ പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും അതുപോലെ ഇത്തിരി കായം കൂടി ഇട്ടിട്ടാണ് ഞാൻ ചൂടാക്കുന്നത്. ഇതൊക്കെ താളിച്ചിടുമ്പോഴേക്കും നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം ഓഫാണ്. അതുകൊണ്ട് തന്നെ മസാല കത്തിപ്പോകും നമുക്ക് പേടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വെച്ച സാമ്പാറിലേക്ക് കഷ്ണങ്ങളിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറി എത്രത്തോളം തിക്നെസ് ഉണ്ടെന്ന്. നല്ലൊരു ടേസ്റ്റി സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇതിലിപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ചാണ് കേട്ടോ വേവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങക്കോലും വെണ്ടയ്ക്കയും തക്കാളിയും രണ്ടാമത് ഓപ്പൺ ചെയ്ത് വേവിക്കുമ്പോൾ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സമയക്കുറവ് മൂലം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ചിട്ടാണ് കേട്ടോ വേവിച്ചേക്കുന്നത്. പക്ഷേ ഇത് സൂപ്പർ ടേസ്റ്റിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഒറ്റ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം കേട്ടോ. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്.